ومن أخلاقهم رضي الله تعالى عنهم മഹാന്മാരുടെ സ്വഭാവം മറ്റൊന്ന് കസ്റത്തു സഖാഇ വൽ ജൂദി വബാസിൽ മാലി, ധർമ്മം അധികരിപ്പിക്കുക, സദഖ കൂടുതൽ ചെയ്യുക, സമ്പത്ത് ചെലവഴിക്കുക. വമവാസാത്തിൽ ഇഖ്വാനി ഫി ഹാലി സഫരിഹിം വഫി ഹാലി ഇഖാമത്തിഹിം, നാട്ടിലായാലും യാത്രയിലായാലും ഈ ഘട്ടങ്ങളിലെല്ലാം തന്റെ സഹോദരന്മാരെ സഹായിക്കുക എന്നിത്യാദി കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുന്നവരാണ്. വേണ്ടുവോളം ധർമ്മം ചെയ്യും, ഒരു മടിയില്ല. സമ്പത്ത് നല്ല വഴിക്ക് ഇഷ്ടം പോലെ കൊടുക്കും. യാത്ര ചെയ്യുമ്പോഴും നാട് താമസിക്കുമ്പോഴും തന്റെ സഹോദരന്മാർക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നിറവേറ്റി കൊടുക്കും. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അവരിലുണ്ട്. فإنه بذلك يقع التعاضد في نصرة الدين الذي هو مقصودهم. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ദീനിനെ സംരക്ഷിക്കുക, സഹായിക്കുക എന്നല്ലേ? അങ്ങനെയുള്ള ആ മതത്തെ സഹായിക്കുന്ന കാര്യത്തിൽ ശക്തി പകരാനും ശക്തി കൂടാനും ഇത് കാരണമാകും. അപ്പൊ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, സമ്പത്ത് കൊടുക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദാനധർമ്മങ്ങൾ ചെയ്യുക ചെയ്താൽ ദീനെ സഹായിക്കുക എന്നൊരു കാര്യം ശക്തി എല്ലാവർക്കും കിട്ടും. അത് ഇന്ന് കുറവാണ്. അതുകൊണ്ടാണ് ദീനിന്റെ ശക്തി പോകുന്നത്. പരസ്പരം ഭാരകളും പരസ്പരം അസൂയകളും വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും വെച്ച് നടക്കുകയാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തോ ലാഭത്തിന് വേണ്ടിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. അത് ഒഴിവാക്കണം. സ്വാർത്ഥത വെടിഞ്ഞ് നിസ്വാർത്ഥരായി ജീവിക്കുമ്പോഴാണ് ഈ ദീനിന് ഗുണമുണ്ടാവുക, സമുദായത്തിന് ഐക്യമുണ്ടാവുക. ഈ ഒരു ചിന്തയാണ് ഈ മഹാന്മാർക്കൊക്കെ ഉണ്ടായത്. അത് ഹദീസ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനോ. നബിതങ്ങളൊന്നും പറയാതെ പോയിട്ടില്ലല്ലോ. ഒബിൽ ഹദീസ്, ഈ ഹദീസിലുണ്ട്, ഇദാ കാന അഗ്നിയാഉകും സുമഹാഉകും വഉമറാഉകും ഖിയാറകും വഅംറുകും ശൂറാ ബൈനകും ഫളഹുൽ അർളി ഖൈറുൽ ലക്കും മിൻ ബത്നിഹാ وإذا كان أمراؤكم شراركم وأغنياؤكم بخلاءكم وأمركم إلى نسائكم فبطن الأرض خير لكم من ظهرها. ഇത് വലിയൊരു തത്വമാണ്. അന്ന് റസൂലുള്ള പറഞ്ഞ വാക്കാണെങ്കിൽ ഇന്നും അതിന്റെ അലയൊലികൾ, അതിന്റെ പ്രചാരങ്ങളും അതിന്റെ പ്രതിഫലങ്ങളും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നബുവത്തിന്റെ വാക്കിന്റെ ഫലമാണത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇതാക്കാൻ അഗ്നിയാക്കും, നിങ്ങളിലുള്ള സമ്പന്നന്മാർ ആവുകയാണെങ്കിൽ, സുമഹാക്കും, നല്ല ധർമ്മിഷ്ഠരും സഹായികളും ആവുകയാണെങ്കിൽ ഒരു കാര്യം അതാണ്. ഉമറാവുക്കും ഖിയാറക്കും, നിങ്ങളെ ഭരിക്കുന്ന ഭരണാധിപന്മാർ, അത് രാഷ്ട്രം ഭരിക്കുന്നവരായാലും സംസ്ഥാനം ഭരിക്കുന്നവരായാലും വീട് ഭരിക്കുന്നവരാണെങ്കിലും ഭരണങ്ങൾ എവിടൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ഭരണകർത്താക്കൾ നിങ്ങളെ കൂട്ട് നല്ലവരാണെങ്കിൽ. 3 അമ്രുക്കും ഷൂറാ ബൈനക്കും, കാര്യങ്ങളെല്ലാം സ്വച്ഛാധിപതികളായി സ്വന്തം ചിന്തിച്ചടിച്ചേൽപ്പിക്കാതെ കൂടിയാലോചന സമിതി ഉണ്ടാക്കി കാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ആ രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എങ്കിൽ സുഖസുന്ദരമായി ജീവിക്കാം ഭൂമിയിൽ. അത് നബി തങ്ങൾ പറയുന്നു, ഇങ്ങനെയും 3 കാര്യങ്ങൾ നടക്കുന്നുവെങ്കിൽ ഭൂമിന്റെ ഉള്ളിൽ പോയി താമസിക്കുന്നതിനേക്കാൾ ഗുണകരം പുറം ഭാഗം തന്നെയാണ്. അപ്പൊ ഭൂമിന്റെ ഉള്ളിലേക്ക് പോകണം, ഖബറിലേക്ക് പോകണ്ട. അതിനേക്കാൾ ഉപകാരം ഗുണം ഭൂമിന്റെ പുറം ഭാഗമാണ്. അപ്പൊ ഭൂമിയുടെ പുറം ഭാഗം ജീവിക്കാൻ സുഖം കുറെ സമ്പത്തുണ്ടാവുക എന്നല്ല, അടിയും ഇടിയും കുത്തുമുണ്ടാക്കുക എന്നതല്ലല്ലോ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊലക്ക് കൊടുക്കുക, വർഗീയത ഉണ്ടാക്കുക, വൈരാഗ്യം സൃഷ്ടിക്കുക, വിദ്വേഷം സൃഷ്ടിക്കുക, ഇതൊന്നും ഗുണകരമല്ല. ഗുണമേതാണ്? സമ്പന്നന്മാര് നല്ലോണം സഹായിക്കണം. അതുപോലെ കാര്യങ്ങളൊക്കെ നല്ല കൂടിയാലോചനകൾ വേണം. ഭരണാധിപന്മാർ നല്ലവരുമാവുകയും വേണം. ഇനി നേരെ തിരിച്ചതിന്റെ ഓപ്പോസിറ്റ് ഉള്ള നബി പറയുന്നു, വൈദാകാല ഉമറാക്കും ഷിറാറക്കും, നിങ്ങളെ ഭരിക്കുന്ന ഭരണാധിപന്മാർ മോശക്കാരാണെങ്കിൽ, അവനിയാക്കും മുഖലാക്കും, നിങ്ങളെ കൂട്ടത്തിലുള്ള സമ്പന്നന്മാര് ലുബ്ധന്മാരാണ്, വേണ്ടതുപോലെ സഹായിക്കാത്തവർ, നല്ല കാര്യമൊന്നും സഹായിക്കൂല, അങ്ങനെ കാണിക്കുന്നവരാണെങ്കിൽ, അമ്രുക്കും ബിലാ നിസായിക്കും,
നിങ്ങളെ കാര്യങ്ങളൊക്കെ മുസാവറ നടത്തിയതിന് പകരം സ്ത്രീകളിലേക്ക് ഏൽപ്പിച്ചാൽ ഓല് ചെയ്യുന്ന കാര്യമാണ് എങ്കിൽ ഇനി നോക്കണ്ട. അപ്പൊ ബത്തുള്ളി അപ്പോൾ ഭൂമിന്റെ ഉള്ളാണ് ഖൈറുല്ലക്കും നിൽക്കുക, ഭൂമിന്റെ പുറം ഭാഗത്തേക്കാൾ നിങ്ങൾ ഗുണകരം. അപ്പൊ മരിക്കലാണ് ഗുണം നടത്തും. ഇത് കാര്യം ശരിക്കും ആലോചിച്ച് നോക്കൂ. 14 നൂറ്റാണ്ടും മദീന പള്ളിയിൽ വെച്ച് പറഞ്ഞ വചനമാണെങ്കിൽ ഇന്നും അതിന്റെ അലയൊലികളും ശബ്ദങ്ങളും നേരെ നുബുവത്തിന്റെ വചനം നമ്മളെ കാതിലടിക്കുകയാണ്. നമ്മളിത് പറയുമ്പോൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ ഉള്ളത്. അപ്പൊ അന്ന് 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ ആ മൊഴി ഇന്നും പുലർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ഫലമാണ്, തള്ളാൻ കഴിയൂല. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇവിടെ സഹായിക്കുവാനും അതുപോലെ സമ്പത്ത് ഇഷ്ടം പോലെ കൊടുക്കാനും ധർമ്മം ചെയ്യാനൊക്കെ തോന്നുന്നതും ഭൂമിഭാഗം ഹയറാക്കുന്നതും. റവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അന്നറജൻ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാള് നബിന്റെ അടുത്ത് വന്നു. എന്നിട്ടോ ഫസഅലു ഷൈഅൻ, എന്തോ നബിനോട് കുറച്ച് സമ്പത്ത് ചോദിച്ചും ചെയ്തു. അപ്പൊ നബി തങ്ങൾ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. നബി മുതലാളിയൊന്നും അല്ല, പക്ഷെ നബിക്ക് സമ്പത്ത് ധർമ്മം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമറലഹു, അപ്പൊ എന്താണെന്നറിയാമോ, നബി തങ്ങൾ ആ ചോദിച്ചു വന്നാക്ക് വേണ്ടി കൽപ്പിച്ചു. ബി 40 ശാത്തൻ, ഒരു 40 ആട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇയാൾക്ക് സന്തോഷം കൊണ്ട് 40 ആടും കിട്ടിയാൽ പോവുകയാണ്. അപ്പൊ റജുവില കൗമി, ഈ 40 ആടുമായിക്കൊണ്ട് തന്റെ സമുദായത്തിലേക്ക് ഇയാൾ പോവുകയാണ്, തന്റെ ജനതയിലേക്ക്. നെടുവക്കാല അവിടെ ചെന്നിട്ട് അയാൾ പറയുന്നു, യാ കൗമി അസ്ലിമു, എന്റെ സമൂഹമേ നിങ്ങളെല്ലാവരും മുസ്ലിം ആവണം. യാ കൗമേ അസ്ലിമു, നിങ്ങൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞു. കാരണം ഫൈന മുഹമ്മദ്, നിശ്ചയമായിട്ട് മുഹമ്മദ് ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത ഒരു മനുഷ്യൻ എന്ത് കൊടുക്കുമോ അത്രത്തോളം വാരിക്കോരി കൊടുക്കുന്നുണ്ട്. ദരിദ്രനാകുമെന്നോ ഇല്ലായ്മ ഉണ്ടാകുമെന്നൊരു പേടി മുഹമ്മദിനില്ല. പോയി ഇസ്ലാം മതം സ്വീകരിച്ചോളൂ, ധാരാളം സമ്പത്ത് കിട്ടുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു വന്ന വ്യക്തിക്ക് നിറയെ കൊടുത്തു, 40 ആട് കൊടുത്തു. നബി തങ്ങൾ ധർമ്മം ചെയ്ത് കാണിച്ചെന്ന് മാത്രമല്ല, ഇങ്ങനെയായിരിക്കണം ആവശ്യക്കാരും കൊടുക്കുക. വഖദ് സവദൽ ഹുസൈൻ ബിനു അലി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ കല്യാണം കഴിച്ചു, വിവാഹം ചെയ്തു കൊടുത്തു. ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ കെട്ടിച്ചയച്ചു. കെട്ടിച്ചയക്കുമ്പോൾ ആ പെണ്ണിനോടുകൂടെ ഹുസൈൻ റളിയല്ലാഹു തആല കൊടുത്തു വിട്ടു. ബിമിഅത്തി ജാരിയ, ഒരു 100 അടിമ സ്ത്രീകളെ. മാകുല്ലി ജാരിയത്തിൻ, എല്ലാ ഓരോ അടിമസ്ഥരോട് കൂടെയുണ്ട് 1000 ദിർഹമിൻ, 1000 ദിർഹമുണ്ട്. 1000 ദിർഹമുള്ളതായിരിക്കുന്ന 100 വെപ്പാട്ടിമാരെ, വെള്ളാട്ടിമാരെ ഈ പെൺകുട്ടിന്റെ കൂടെ ഹുസൈൻ റളിയല്ലാഹു തആല പറഞ്ഞയച്ചു. കണ്ടോ, ഹുസൈൻ റളിയല്ലാഹു തആല ധർമ്മം ചെയ്തു, സമ്പത്ത് നല്ലോണം സഹായിച്ച് കാണിച്ചു തന്നു. ഇതൊക്കെയാണ് മഹാന്മാരുടെ മാതൃക. എന്നിട്ട് പറയട്ടെ, കാല, മഹാൻ പറയുന്നു, ദഖല അബ്ദുല്ലാഹ് ബിനു അബീ ബക്റത്ത് സ്വഹാബി, അത് ഹുസൈൻ റളിയല്ലാഹു പറയല്ല. വദഖല അബ്ദുല്ലാഹ് ബിനു അബീ ബക്റത്ത് സ്വഹാബി റളിയല്ലാഹു തആല യൗമൻ മജ്ലിസൻ, അബ്ദുല്ലാഹ് ബിൻ അബീ ബക്റത്ത് സ്വഹാബി എന്ന് പറയുന്ന മഹാൻ ഒരു ദിവസം സദസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഫസഹലഹു റജുലുൻ ഫിൽ മജ്ലിസി, സദസ്സിൽ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം വിശാലമായിട്ട് അബ്ദുല്ലാഹ് തങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു. ഫലമ്മാ റാദൽ ഖിയാമ, അവിടുന്ന് എണീറ്റ് പോകുവാൻ അബ്ദുല്ലാഹ് തങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ഖാല ലിദാലിക റജുൽ, അങ്ങനെ എന്തിനു പറഞ്ഞെന്നറിയാമോ? അല്ല, ഖാലദാലിക റജുലി എന്നല്ല, ഖാലദാലിക റജുലി എന്നാണ്. അങ്ങനെ എണീറ്റ് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ അബ്ദുല്ലാഹ് ബിൻ അബീ ബക്റത്ത് എന്ന് പറയുന്ന മഹാൻ ആ ഇരിക്കാൻ വേണ്ടി വിശാലത ചെയ്തു കൊടുത്ത അയാളോട് പറഞ്ഞു, അൽഹഖ്നി ഇലാ മൻസിലി, നീ എന്റെ കൂടെ പോരു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഫലഹിഖഹു, വീട്ടിലേക്ക് ഈ പറയുന്ന മനുഷ്യരുമായി അബ്ദുല്ലാഹ് തങ്ങൾ എത്തി. എന്നിട്ടോ അമറലഹു ബി 10,000 ദിർഹമിൻ റഹ്മഹുല്ലാഹ്, മഹാനവറുകൾ ഈ മനുഷ്യന് ഒരു 10,000 ദിർഹം കൊടുക്കുവാൻ വേണ്ടി ആജ്ഞാപിച്ചു. കണ്ടോ, തന്റെ കൂടെ ഇരുന്ന സഹോദരൻ ഒരു സ്ഥലം വിശാലമാക്കി കൊടുത്തൊരു സന്തോഷം തന്റെ സഹോദരനാണ്.
അയാളെ കൂട്ടി തന്റെ വീട്ടിലേക്ക് പോയിട്ട് ഇത് 10,000 നാണയം വെള്ളി കൊടുത്തു. ആര്? ബഹുമാനപ്പെട്ട അബ്ദുള്ള തങ്ങള്. ഇങ്ങനെ സമ്പത്ത് ചെലവഴിക്കുക. وكان عبد الله بن عمر رضي الله عنهما لا يشترط على من يريد أن يصحبه بالسفر. യാത്രയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങളോട് സഹവാസം ഉദ്ദേശിക്കുന്ന ആളുടെ മേൽ മഹാൻ ഷർത്താക്കുമായിരുന്നു. എന്ത്? അയ്യക്കൂന അബ്ദുല്ലാഹു വല്ലദീ യുൻഫിഖു അലൈഹി. എന്റെ കൂടെ ആര് പോരുന്നുവോ അയാൾക്ക് വേണ്ടിയുള്ള സമ്പത്ത് ചെലവഴിക്കാൻ ഞാനായിരിക്കും, അല്ലാതെ നിങ്ങളാരും ചെലവഴിക്കരുത്, ഞാൻ ചെലവഴിക്കുമെന്നാണ് അബ്ദുല്ലാ തങ്ങൾ ഷർത്താക്കി. അപ്പൊ എന്റെ കൂടെ ആര് പോരുന്നുണ്ടോ നിങ്ങളാരും ചെലവഴിക്കാൻ പാടില്ല, പോരുന്നാക്ക് ഞാൻ ചെലവഴിക്കുമെന്നാണ് മഹാൻ പറഞ്ഞത്. ഞാൻ അവന് സേവകനായി മാറും. ഞാനെന്താകുന്നറിയാമോ? നിസ്കാര സമയമാകും ബാങ്ക് കൊടുക്കുന്ന ആൾ ഞാനാകും യാത്രയിൽ, നിങ്ങൾ ആരും ചെയ്യണ്ട. ഇങ്ങനെ തന്റെ സഹോദരന്മാരെ സഹായിക്കുന്ന ഒരു മഹാനായിരുന്നു, ഒരു മാതൃകയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു തന്നത്. ഇങ്ങനെ സഹായിക്കുന്നവരായിരുന്നു പറഞ്ഞതാണ്. വഖദ് കാനത് ആയിഷത്തു റളിയല്ലാഹു തആല അൻഹാ തഖൂലു, മഹദി പറയുമായിരുന്നു, അൽ ജന്നത്തു ദാറുൽ അസ്ഖിയാൽ വന്നാറു ദാറുൽ ബുഖലാ എന്ന. എന്താ മഹദി പറയുന്നത് അറിയാമോ? ധർമ്മിഷ്ഠർ ആരുണ്ടോ അവർക്കുള്ള വീടാണ് സ്വർഗം. അപ്പൊ സ്വർഗം എന്ന് പറയും ധർമ്മിഷ്ഠർക്കുള്ള വീടാണ്. ലുബ്ധനായി ഇവിടെ ജീവിക്കുന്നവരാരുണ്ടോ, പൈസ നല്ല വഴിക്ക് ചെലവഴിക്കാതെ ദൂർത്തായി ജീവിക്കുന്നു, അത്തരം ആളുകൾക്കുള്ള ഭവനമാണ് നരകം എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ ധർമ്മം ചെയ്യുന്നവർക്ക് സ്വർഗം പ്രതിഫലം. ധർമ്മമൊന്നും ചെയ്യാതെ തന്റെ ആവശ്യങ്ങൾക്കും പാത്രം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾക്കൊന്നും ചെലവഴിക്കാതെ ലുബ്ധനായി ഇരിക്കുന്ന ആളുകൾക്ക് നരകവുമാണ് കിട്ടുക എന്ന് മഹദി പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ, മഹാൻ പറയുന്നു, എന്ത്? അലാമത്തുൽ കരീമി അൻ യകൂന ശൈബുഹു ഫീ മുഖദ്ദമി റൈസിഹി വലിയതിഹി വഅലാമത്തുൽ ലഈമി അൻ യകൂന ശൈബുഹു ഫീ ഖഫാഹു വഅല്ലാ യൻഫഅ ഗൈറഹു ബിശൈഇൻ ഇല്ലാ ലിറഗബത്തിൻ ഔ റഹബത്തിൻ. ഇത് നല്ലൊരു പോയിന്റാണ്. എല്ലാം നല്ല പോയിന്റുകളാണ്. എന്താ ഇവിടെ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് തങ്ങള് അലാമത്തുൽ കരീമി, മാന്യന്മാരുടെ അടയാളം എന്താ അറിയോ? അത് പല അടയാളമുണ്ട്. അയ്യക്കൂന ഷൈബുഹു ഫീ മുഖദ്ദമി റൈസിഹി വലിയതിഹി. താടിയുടെ മുൻഭാഗങ്ങളിലും തലയുടെ മുൻഭാഗങ്ങളിലും നിറയുണ്ടാവുക, ബാക്കിലല്ല. മുൻഭാഗത്തിൽ കൂടെ നിറ വന്നാൽ അത് താടിയിലും തലയുടെ മുൻഭാഗത്തിലുള്ള നിറയുണ്ടായതെങ്കിൽ ആ നിറ എന്താണ്? ഒരു മാന്യന്റെ അടയാളമാണ്. അയാളെ കണ്ടാൽ മാന്യനാണെന്ന് പറയാൻ പറ്റും. മുൻഭാഗത്ത് നിറയില്ലാതെ ബാക്കിൽ നിന്നാണ് നിറച്ചതെങ്കിൽ ആ നിറ കണ്ടാൽ മനസ്സിലാക്കാം അയാൾ മോശക്കാരനാണ് എന്ന്. അപ്പൊ എല്ലാത്തിനും ഓരോ അടയാളം അല്ലാഹു തആല വെച്ചിട്ടുണ്ട് എന്ന് സാരം. മാത്രമല്ല അല്ലാ യൻഫഅ ഗൈറു ബിശൈഇൻ, ഒന്നുകൊണ്ടും മറ്റുള്ളവർക്ക് ഇയാൾ ഉപകാരം ചെയ്യൂല. ഇതൊരു മോശക്കാരനാണ്. എന്തിനു വേണ്ടി അല്ലാതെ ഉപകാരം ചെയ്യൂല? ഇല്ലാതെ റഹബത്തിനോ റഹബത്തിൻ, അയാളിൽ നിന്ന് ഇങ്ങോട്ട് വല്ലതും കിട്ടാൻ വേണ്ടി മോഹിച്ചുകൊണ്ട് മാത്രമേ ഉപകാരം ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യൂല. അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ വലിയ മുസീബത്ത് എന്തേലും കിട്ടുമെന്ന് പേടിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ വല്ലതും മോഹിച്ചുകൊണ്ടോ ഭയന്നുകൊണ്ടോ മാത്രമേ അയാൾ ധർമ്മം ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യൂല. അങ്ങനെ ഉപകാരം ചെയ്യാത്തവൻ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടാൽ മനസ്സിലാക്കാം എന്ത്? അവര് മോശക്കാരാണ് എന്ന്. വഖദ് കാന ഇബ്രാഹിം ബിൻ അദ്ഹം റഹിമഹുല്ലാഹു തആല യഖുൽ, മഹാൻ പറയുന്നു, അജബൽ ലിർറജുലിൽ ലഈമി യബ്ഖുലു ബിദ്ദുനിയ അലാ അസ്ദിഖായിഹി. ഒരു മോശക്കാരനായ ഒരു മനുഷ്യൻ, ഞാൻ അവനെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്താ അവൻ ചെയ്യുന്നത്? ദുനിയാവ് അല്ലാഹു തആല കൊടുത്തിട്ട് ആ ദുനിയാവ് കൊണ്ട് തന്റെ കൂട്ടുകാരുടെ മേൽ അവൻ ലുബ്ധത കാണിക്കുന്നു. അവൻ ലുബ്ധത കാണിക്കുന്നവർക്കൊന്നും ചെയ്യുന്നില്ല, കൂട്ടുകാരെത്രേ. ഇത് മഹാത്ഭുതമാണെന്ന് മഹാൻ പറയുന്നു. അപ്പൊ കൂട്ടുകാർക്ക് സഹായിക്കാത്തവരെന്താ പിന്നെ? എന്നാലോ ഇവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഇവൻ ധർമ്മം ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബിൽ ജന്നത്തിൽ, സ്വർഗം കൊണ്ട് ആർക്കേരിൽ ആയതായി ശത്രുക്കൾക്ക്.
അപ്പൊ സ്വർഗം ശത്രുക്കൾക്കും കൊടുക്കുന്നു, കൂട്ടുകാർക്ക് ദുനിയാവ് കൊണ്ട് ലുബ്ധനായി ജീവിക്കുകയും ചെയ്യുന്നു. ഇവനെ കണ്ട് വല്ലാത്തൊരു അത്ഭുതം എനിക്കുണ്ട് എന്ന് മഹാൻ പറഞ്ഞു.